ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു ജമ്പിങ് ഫ്രോഗ്സിൻ്റെ. അപ്പം അത് 1 മിനിറ്റ് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നു. പക്ഷേ വെറും 4 മിനിറ്റ് മാത്രമുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പം ആദ്യമേ നമ്മളൊരു സമചതുരത്തിലുള്ള പേപ്പർ എടുക്കുക, എന്നിട്ട് അതിനെ നടുവിയൊന്ന് മടക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു വശത്തുനിന്ന് ഇതുപോലെ ട്രയാങ്കിൾ ആക്കി എടുക്കുക. എന്നിട്ട് സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇതുപോലൊരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നുവെച്ചാൽ ഇത് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മൾ മടക്കി വെച്ചതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ വലത് ഭാഗത്തുനിന്ന് ചെയ്തതാണെങ്കിൽ അത് ഇടത് ഭാഗത്തുനിന്ന് സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും ചെയ്യാം. നേരത്തെ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യാം. ഇപ്പം നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലത്തെ ഒരു സംഭവം കിട്ടും. പേപ്പറിൽ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് പോലത്തെ ഷേപ്പ് പോലെ ആയി വരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഓരോ ട്രയാങ്കിൾ നിർമ്മിക്കുക. അതായത് രണ്ട് സൈഡിൽ ഈ രണ്ട് സൈഡ് അകത്തേക്ക് ആക്കി കഴിയുമ്പം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇത് ഈ സൈഡിൽ നിന്ന് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സൈഡിൽ നിന്നും ചെയ്തെടുക്കുക. അപ്പം നമുക്കൊരു കംപ്ലീറ്റ് ഡയമണ്ട് ഷേപ്പ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പം വൺസ് ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പെട്ടെന്ന് കാണുമ്പോഴാണ് നമുക്കത് ടഫായിട്ട് തോന്നുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഡയമണ്ട് ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ തവളക്കുട്ടൻ്റെ ലെഗ്സ് ആണ് ചെയ്യുന്നത്. അതായത് തവളക്കുട്ടൻ്റെ ചാടാനുള്ള കാലുകൾ നമ്മളിവിടെ നിർമ്മിക്കാൻ പോവാം. അതിന് ഇങ്ങനെ ഒരു ചെറിയ ഡയമണ്ട് ഷേപ്പ് നമ്മൾ ഫോം ചെയ്തു. അതിനുശേഷം സെയിം തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നെല്ലാം ഓപ്പോസിറ്റ് സൈഡിലും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പം നമ്മൾ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്നുകൂടി നമ്മൾ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഇങ്ങനെ കാലായിട്ട് ശരിക്കും അതിൻ്റെ ലെഗ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്രോഗിൻ്റെ ലെഗ്സ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ മേളിലും അത് ഒന്നുകൂടി മടക്കി കൊടുക്കുന്നുണ്ട്. ചെയ്ത പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് ജസ്റ്റ് ചെരിച്ചൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ തിരിച്ചു കൊടുക്കുക. ഇപ്പം നമുക്കൊരു കംപ്ലീറ്റ് ഡയമണ്ട് ഷേപ്പ് കിട്ടിയേ. ഇനി അതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് നമുക്ക് മേളിലോട്ടൊന്ന് മടക്കിയിട്ട് ഒരു ട്രയാങ്കിൾ. ഇനി നമ്മൾ ഈ ഫ്രോഗിൻ്റെ മേളിലെ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ്, കംപ്ലീറ്റ് ട്രയാങ്കിൾ ഷേപ്പിന് ആക്കിയെടുത്ത് കഴിയുമ്പോഴാണ് ഇതൊരു ഒരു ഫ്രോഗിൻ്റെ ഷേപ്പിലോട്ട് മാറി കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് മിഡിൽ ഭാഗം വെച്ചൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് മിഡിൽ ഭാഗം വെച്ച് നമ്മൾ മടക്കി കൊടുക്കുമ്പം ആണ് നമുക്ക് ഒരു ജമ്പ് ചെയ്യാനുള്ള ഫ്രോഗായിട്ട് ഇത് മാറുന്നത്. അതായത് ഇതിനെ മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി തിരിച്ച് മടക്കാം. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം. എങ്കിലേ നമുക്കത് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇപ്പം നമ്മുടെ ജമ്പിങ് ഫ്രോഗ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജമ്പ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും